ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു ചെറിയൊരു വീഡിയോയുമായി വന്നു കേട്ടോ. എന്താണെന്നറിയോ, സേമിയ പായസം ഉണ്ടാക്കുക കേട്ടോ ഞാനിന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേന അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ അത് ചൂടായി വന്നാൽ നമ്മൾ അതിലേക്ക് നെയ്യിട്ട്. ഇത് ഞാൻ ഇവിടെ വെക്കണ രീതി കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുക. ഞാനിവിടെ എങ്ങനെ വെക്കുകയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ നെയ്യ് നല്ല ചൂടായി വരണം കേട്ടോ. ഉണ്ടോ, നല്ല ചൂടായി വന്നു. ഇനി നമുക്ക് അതിലേക്കില്ലേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അവരാർക്ക് ആവശ്യത്തിന് വേണ്ട അണ്ടിപ്പരിപ്പ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കളറ് വ്യത്യാസം വരുന്നവരെ നമ്മളിതാ വറുത്തെടുക്കണം. കണ്ടോ, നല്ല കളറ് വന്നു കേട്ടോ. ആവശ്യത്തിന് കളറ് വന്നു. നമുക്കത് വറുത്ത് പോരാം. ഇതാ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുന്തിരി നല്ലൊന്ന് വീർത്ത് വരുന്നവരെ അതും വറുക്കണം. അങ്ങനെ അത് റെഡിയായി അടിപൊളിയിൽ പൊന്തി വന്നു കേട്ടോ. എന്നിട്ട് ആ ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സേമിയ നല്ല ഒന്ന് വറുക്കണം. ഞാനിന്ന് എന്താണിത് കുക്കറിലാട്ട് ഉണ്ടാക്കണത് സേമിയ പായസം. പക്ഷേ കുക്കറിൽ സേമിയ ഇട്ടാൽ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പം നമുക്കത് നല്ല കളറൊക്കെ മാറി വന്നില്ലേ. അപ്പം നമുക്കിത് കുക്കറിലിടാം കേട്ടോ. ഈ കുക്കറിൽ എന്താ വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പാലിൽ സേമിയ ഇട്ടിട്ട് അടുക്കിയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വരും. ആ നേരം നമ്മൾ കുക്കറിലിട്ട ഒറ്റ വിസിൽ മതി കേട്ടോ. നല്ല വെന്ത് വരും. കണ്ടോ, ഒരു വിസിലടിച്ചപ്പോൾ കണ്ടോ നല്ല വെന്തുക്കണം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം കേട്ടോ. നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ഇടാം. ഇനി അതൊന്ന് മിക്സ് ആക്കുക കേട്ടോ നമ്മൾ. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച ബാക്കി പാൽ അവിടെ വെച്ചിട്ടില്ല, അത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. പക്ഷെ കുറച്ച് പാൽ ഒഴിച്ചിട്ടല്ലേ നമ്മൾ സേമിയ വേവിച്ച് വെച്ച്. അപ്പം ഞാൻ ബാക്കിയുള്ള പാൽ തിളപ്പിച്ച് വെച്ചിരുന്നു. അപ്പം അത് ഒഴിച്ചിട്ട് കേട്ടോ. അതിൽ നല്ല മിക്സ് ആക്കിയിട്ട് ഇനി പഞ്ചസാര ഇടാം കേട്ടോ നമുക്ക്. ഇനി അതൊന്നും കൂടി ഇട്ട് മിക്സ് ആക്കുക. നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം കേട്ടോ. ഇതാ തിളച്ച് വരുന്നത് കേട്ടോ. തിളച്ച് വന്നാൽ നമ്മൾ പിന്നെ ഇളക്കിയിട്ടേ നിൽക്കണം, പിന്നെ ചടി പിടിക്കുള്ളൂ. കണ്ടോ, അപ്പോൾ അതിൽ നല്ല തിളച്ച് കുറുകി വരുന്നത് കേട്ടോ. ഇനി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം, ഗ്യാസ് നിർത്താം കേട്ടോ. എന്താ വെച്ചാൽ ഇനി ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.